എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ചേച്ചി അനിയത്തിയും കൂടി ആ പൂരി മൊത്തം പരത്തി വെച്ചിരുന്നു കേട്ടോ, പൂരിക്കുള്ളതാണ് കേട്ടോ. പിന്നെ അവരവരുടെ ജോലികൾക്കൊക്കെ പോയി അങ്ങോട്ട് പുറത്തേക്ക്. അപ്പം ഞാൻ എൻ്റെ ജോലികളിലോട്ടൊക്കെ അടുക്കളയിട്ട് കയറിയിരിക്കണേന്. അപ്പോൾ ആദ്യം തന്നെ മരുന്ന് കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. അത് 5 ദിവസമായപ്പോൾ ഇന്നത്തോടുകൂടി തീരണേന്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് റൈസ് ഉണ്ടാക്കണം. അപ്പോൾ 3 പേർക്കൊന്നും ചോറ് വേണ്ട, ഒരാൾക്ക് മതി. അപ്പോൾ ആൾക്ക് മുട്ട പുഴുങ്ങിയത് റൈസാണ്. പിന്നെ സാലഡും ഉണ്ടാക്കാമെന്ന് ഓർക്കുന്നുണ്ട്. പിന്നെ ഇതാ പൂരിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയവർക്ക് പോകാനുള്ള സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതാ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരൊക്കെ വന്ന് കഴിക്കാനൊക്കെ എടുത്തോട്ടോ. മരുന്ന് ഉണ്ടാക്കി വെച്ച് എല്ലാവർക്കും കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പച്ചമരുന്നിന് ചുവയുള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ പിള്ളേർക്ക്. എന്നാലും കുറേശ്ശൊക്കെ എല്ലാവരും കഴിച്ച് തിരിച്ചേക്കാം. അങ്ങനെ 5 കഴിച്ച് അവർ പോകാനുള്ള തിരക്കിലുണ്ട്. അപ്പം നമ്മളിതാ ഗണപതി ഹോമമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ പ്രസാദം കൊണ്ടുവന്ന് വെച്ചേക്കേട്ടോ. അതൊക്കെ എല്ലാവരും കുറേശ്ശെ കഴിച്ച് ഇച്ചിക്കൂടിന് ഭയങ്കര സന്തോഷത്തിലായി. സ്കൂളിൽ പോകണ്ടല്ലോ. അപ്പോൾ ഇച്ചിക്കൂടിൻ്റെ അമ്മക്കാണ് കേട്ടോ ഉണ്ടാക്കിയത്, റൈസ് ഉണ്ടാക്കി. അപ്പോൾ അതാ ഇച്ചിക്കൂടിൻ്റെ അമ്മയും പോകാൻ വേണ്ടിയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം, എനിക്ക് ചോറും കറിയൊന്നും വെച്ചിട്ടില്ല ഉച്ചക്കത്തൊക്കെയുള്ള ഇതുണ്ടാക്കിയോണ്ട് ഞാൻ